വിഷ്ണുനാഥ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ചയ്ക്ക് എടുക്കാത്തത് എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് പ്രതിപക്ഷം? ഈ നോട്ടീസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുത്തപ്പോൾ സബ് ജുഡീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആ അവസരം സാധാരണ നമ്മൾ അടിയന്തര പ്രമേയ ചർച്ചയാണ് നിഷേധിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിന്റെ അവതരണാനുമതി നിഷേധിച്ചതാണ്. അപ്പോൾ പിന്നെ വീണ്ടും അവരുടെ മുമ്പിൽ നോട്ടീസുമായിട്ട് വരേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, ആ ഘട്ടം കഴിഞ്ഞു. ഇതിനകത്ത് 2 ഡിമാൻഡായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഒന്ന്, മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുക. ഇതിന്റെ 50% ഡിമാൻഡ് അവർ അംഗീകരിച്ചു. ഏത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അവർ തന്നെ മാറ്റി. പിന്നെ അതിന്റെ ബാക്കി 50% എന്നുള്ളതാണ് ഇതിനെ കൂട്ടുനിന്ന മന്ത്രിയുടെ രാജി. അപ്പോൾ ആ രാജി എന്നുള്ള ആവശ്യം ഡയറക്റ്റാണ്. അതിലിനി ഡിസ്കഷന്റെ പോയിന്റ് ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആദ്യം തന്നെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള സമരങ്ങളുമായിട്ട് തുടക്കത്തിലെ തന്നെ ഇറങ്ങിയത്. പക്ഷെ ഇന്ന് കണ്ടത് എന്താണ്? നന്ദി പ്രമേയം അവതരിപ്പിച്ചത് LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനാണ്. നന്ദി പ്രമേയ അവതരണത്തെ ഭരണപക്ഷം തടസ്സപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. TP രാമകൃഷ്ണൻ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഭരണപക്ഷത്തെ MLA-മാർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഭരണപക്ഷം ഒരു പ്രതിപക്ഷത്തിൻ്റെ മൂഡിലേക്ക് എത്തി. ഇനി അവരെ അതിൽ നിന്ന് പിൻവലിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരാ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു എന്ന രൂപത്തിലാണ് ഇന്നത്തെ സഭയിലെ അവരുടെ പ്രകടനം കണ്ടാൽ ആർക്കും മനസ്സിലാകുന്നത്. അവരൊരു പ്രതിപക്ഷമായി എന്നൊരു സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടായതുപോലെയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ മുമ്പേ സഭ ബഹിഷ്കരിച്ച് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തെയാണ്. മാധ്യമങ്ങൾ കാണുന്നത് ഭരണപക്ഷം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഇറങ്ങിപ്പോക്ക്, സഭ സ്തംഭിപ്പിക്കൽ, പ്രസംഗം തടസ്സപ്പെടുത്തൽ തുടങ്ങിയതെല്ലാം അവരേറ്റെടുത്തിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവരൊരു പ്രതിപക്ഷത്തിൻ്റെ മൂഡിലേക്ക് എത്തി. ഇനി അവരെ അതിന് അനുവദിക്കുക എന്നുള്ളതേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച വീണ്ടും സഭ ഏരിയാണ്. അപ്പോൾ ചേരുന്ന സമയത്തും ഇങ്ങനെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ ഒരു പ്രതിഷേധം. സഭയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ടാണ് ഈ തീരുമാനം എടുത്തത്. ചൊവ്വാഴ്ച രാവിലെ വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അന്നത്തെ സഭാ നടപടിക്രമങ്ങൾ അപ്പോൾ തീരുമാനിക്കും.